ഏവർക്കും ലേൺ വിത്ത് രജിത് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമസ്കാരം. അസിസ്റ്റന്റ് സെയിൽസ്മാൻ കേരള സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ രജിത് കുമാർ. ക്ലാസ് നമ്പർ 4, ക്ലാസ് 1, 2, 3 ഈ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം 4ാമത്തെ ക്ലാസ് കാണുക. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നെല്ല് സംഭരണ സംസ്കരണ വിപണന പദ്ധതിയെക്കുറിച്ചാണ്. നെല്ല് സംഭരിക്കുന്നു, സംസ്കരിക്കുന്നു, വിപണനം ചെയ്യുന്നു. ഇതാരാണ് ചെയ്യുന്നത്? അതിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നെല്ല് ആരാണ് സംഭരിക്കുന്നത്, ആരാണ് സംസ്കരിക്കുന്നത്, ആരാണ് വിപണനം ചെയ്യുന്നത് അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. ഈ മേഖലയിൽ നിന്ന് ഉറപ്പായിട്ടും PSC പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ഉണ്ടാകും. നെല്ല് സംഭരണ സംസ്കരണ വിപണന പദ്ധതി കേരളത്തിലെ നെൽകർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് സർക്കാർ നിശ്ചയിക്കുന്ന ഗുണമേന്മ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി കർഷകരിൽ നിന്നും ഏറ്റെടുത്ത് കേരളത്തിലെ ആധുനിക അരിമില്ലുകളിൽ സംസ്കരിച്ച് പൊതുവിതരണ സംവിധാനത്തിലൂടെ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് നെല്ല് സംഭരണ സംസ്കരണ വിപണന പദ്ധതി. സപ്ലൈകോ കേരളത്തിലെ കർഷകരിൽ നിന്നും നെല്ല് നേരിട്ടെടുത്ത് ബാങ്ക് അക്കൗണ്ടിലൂടെ കർഷകർക്ക് നെല്ലിൻ്റെ സംഭരണ വില നൽകി നവീന സംസ്കരണശാലയിൽ ഇരിപ്പുഴുക്കൻ രീതിയിൽ കുത്തി അരിയാക്കി സിവിൽ സപ്ലൈസ് വകുപ്പിന് നൽകുന്നു. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് അരി റേഷൻ കടയിലൂടെ വിതരണം ചെയ്യുന്നു. അരി റേഷൻ കടയിലൂടെ വിതരണം ചെയ്യാനുള്ള ഉത്തരവാദിത്തമാണ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിന്. രാജ്യത്തെ മുഖ്യ ധാന്യ സംരക്ഷണ ഏജൻസി FCI ആണ്, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. 14 ജനുവരി 1965 ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നിലവിൽ വന്നത്. നമ്മുടെ രാജ്യത്ത് ധാന്യങ്ങളെ സംഭരിച്ച് റേഷൻ കടയിലൂടെ വിതരണം ചെയ്യുവാനുള്ള ഉത്തരവാദിത്തം ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്കായിരുന്നു. എന്നാൽ പിന്നീട് ധാന്യ സംഭരണ പ്രക്രിയ പരിഷ്കരിച്ചു. വികേന്ദ്രീകൃത ധാന്യ സംഭരണ പദ്ധതി കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം 1997-98 മുതൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കി. വികേന്ദ്രീകൃത ധാന്യ സംഭരണ പദ്ധതി പ്രകാരം പൊതുവിതരണം ചെയ്യാനുള്ള ധാന്യം സംഭരിക്കുവാനുള്ള ഉത്തരവാദിത്വം FCIയിൽ നിന്നും സംസ്ഥാന സർക്കാരിൻ്റെ ചുമതലയിലുള്ള മറ്റ് ഏജൻസികളിലേക്ക് മാറി. കേരളത്തിൽ വികേന്ദ്രീകൃത ധാന്യ സംഭരണ പദ്ധതി പ്രകാരം ധാന്യം സംഭരിക്കുവാനുള്ള നിർവഹണ ഏജൻസി കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ അല്ലെങ്കിൽ സപ്ലൈകോയാണ്. കേരളത്തിൽ പൊതുവിതരണത്തിലുള്ള ഭക്ഷ്യധാന്യം സംഭരിച്ചു വയ്ക്കാനുള്ള ഉത്തരവാദിത്വം കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കുക. നെല്ല് സംഭരണത്തിനായുള്ള സപ്ലൈകോയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വെബ്സൈറ്റാണ് supplycoPadi.in. സപ്ലൈകോ പാഡി എന്നത് നെല്ല് സംഭരണത്തിനായുള്ള സപ്ലൈകോ ആരംഭിച്ച വെബ്സൈറ്റാണ്. ഈ വെബ്സൈറ്റിൽ കർഷകർ, മില്ലുകാർ, ഉദ്യോഗസ്ഥർ എന്നിവർക്ക് പദ്ധതി സംബന്ധമായ വിവരങ്ങൾ കൃത്യതയോടുകൂടി ലഭിക്കാൻ സഹായിക്കുന്നു. സപ്ലൈകോയുടെ വെബ് പോർട്ടലാണ് സപ്ലൈകോ വെബ് യൂട്ടിലിറ്റീസ്. സപ്ലൈകോ വെബ് യൂട്ടിലിറ്റീസ് എന്നത് സപ്ലൈകോയുടെ വെബ് പോർട്ടലാണ്. ഓരോ ഉപഭോക്താവും വാങ്ങിയ
സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വിശദാംശങ്ങൾ അറിയണമെങ്കിൽ നമ്മുടെ റേഷൻ കാർഡ് നമ്പറും മൊബൈൽ നമ്പറും നൽകി ഷോ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ വാങ്ങിയ ഉൽപ്പന്നങ്ങളുടെ വിശദാംശങ്ങൾ അറിയാൻ സാധിക്കും. സപ്ലൈകോ സബ്സിഡി സെയിൽസ് എന്ന സൈറ്റിൽ കയറി റേഷൻ കാർഡ് നമ്പറും മൊബൈൽ നമ്പറും നൽകി ഷോ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഓരോ ഉപഭോക്താവും വാങ്ങിയ സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വിശദാംശങ്ങൾ അറിയാൻ സാധിക്കും. നെല്ല് സംഭരണത്തെക്കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. നെല്ല് സംഭരിക്കുമ്പോൾ നെല്ലിൻ്റെ വില നൽകുന്നത് ആരാണ്? കാരണം ഗവൺമെൻറ് ഉയർന്ന വില നൽകിയാണ് കർഷകരിൽ നിന്നും നെല്ല് സംഭരിക്കുന്നത്. പൊതുവിതരണത്തിനായി അരി നൽകുമ്പോൾ വളരെ കുറഞ്ഞ തുകയാണ് ഗവൺമെൻറ് ഉപഭോക്താക്കളിൽ നിന്നും ഈടാക്കുന്നത്. വലിയൊരു ഭാരിച്ച സാമ്പത്തിക ഉത്തരവാദിത്തമാണ് ഈ മേഖലയിൽ സർക്കാരിനുള്ളത്. അപ്പോൾ ഉയർന്ന വില കർഷകർക്ക് നൽകേണ്ടി വരുമ്പോൾ ഈ ഫണ്ട് എവിടെ നിന്നാണ് സർക്കാർ വഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. സംഭരണ വില എന്ന ആശയം എന്താണ് എന്ന് പരിശോധിക്കാം. നെല്ലിൻ്റെ സംഭരണ വില കേന്ദ്ര സർക്കാരാണ് പ്രഖ്യാപിക്കുന്നത്. ഗവൺമെൻറ്റാണ് നെല്ല് സംഭരിക്കുമ്പോൾ വില നിശ്ചയിക്കുന്നത്. കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച വിലയിലാണ് സർക്കാർ കർഷകരിൽ നിന്നും നെല്ല് സംഭരിക്കുന്നത്. ഇതിനെയാണ് സംഭരണ വില എന്ന് പറയുന്നത്. കേരള സർക്കാർ നെൽകർഷകരിൽ നിന്നും നെല്ല് സംഭരിക്കുമ്പോൾ അവർക്ക് നൽകുന്ന അടിസ്ഥാന വിലയെയാണ് സംഭരണ വില എന്ന് പറയുന്നത്. സംഭരണ വില പ്രഖ്യാപിക്കുന്നത് സംസ്ഥാന സർക്കാരല്ല, മറിച്ച് കേന്ദ്ര സർക്കാരാണ്. സംഭരണ വില രണ്ട് ഘടകങ്ങളിൽ അധിഷ്ഠിതമാണ്. ഒന്ന്, അടിസ്ഥാന താങ്ങുവില മിനിമം സപ്പോർട്ട് പ്രൈസ് MSP, സ്റ്റേറ്റ് ഇൻസെന്റീവ് ബോണസ് SIB. എന്താണ് അടിസ്ഥാന താങ്ങുവില എന്ന് പരിശോധിക്കാം. MSP അടിസ്ഥാന താങ്ങുവില കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന് കീഴിലുള്ള CACPയുടെ ശുപാർശ പ്രകാരം കേന്ദ്ര സർക്കാരാണ് പ്രഖ്യാപിക്കുന്നത്. CACP എന്നാൽ കമ്മീഷൻ ഫോർ അഗ്രികൾച്ചറൽ കോസ്റ്റസ് ആൻഡ് പ്രൈസസ് എന്നാണ്. കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന കമ്മീഷനാണ് കമ്മീഷൻ ഫോർ അഗ്രികൾച്ചർ കോസ്റ്റ് ആൻഡ് പ്രൈസസ്, CACP. CACP ആണ് കൃഷിക്ക് താങ്ങുവില എത്രയാണ് എന്ന് നിശ്ചയിക്കുന്നത്. നെല്ല് സംഭരിക്കുമ്പോൾ അല്ലെങ്കിൽ സർക്കാർ മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങൾ സംഭരിക്കുമ്പോൾ ഓരോ കാർഷിക ഉൽപ്പന്നത്തിനും എത്ര രൂപയാണ് കർഷകർക്ക് നൽകേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് CACP ആണ്. CACP സർക്കാരിന് നിർദ്ദേശിക്കുന്ന വിലയിലാണ് സർക്കാർ കാർഷിക ഉൽപ്പന്നങ്ങൾ ഏറ്റെടുക്കുന്നത്. CACPയുടെ നിർദ്ദേശപ്രകാരം കേന്ദ്ര സർക്കാരാണ് കാർഷിക ഉൽപ്പന്നത്തിന് താങ്ങുവില നിശ്ചയിക്കുന്നത്. കമ്മീഷൻ ഫോർ അഗ്രികൾച്ചറൽ കോസ്റ്റ് ആൻഡ് പ്രൈസസ് CACP നിലവിൽ വന്നത് 1985-ലാണ്. എന്നാൽ അതിനു മുമ്പ് CACP അറിയപ്പെട്ടിരുന്നത് അഗ്രികൾച്ചറൽ പ്രൈസ് കമ്മീഷൻ എന്നായിരുന്നു. അഗ്രികൾച്ചറൽ പ്രൈസ് കമ്മീഷൻ നിലവിൽ വന്നത് 1965 ജനുവരി മാസത്താണ്. എന്താണ് സ്റ്റേറ്റ് ഇൻസെന്റീവ് ബോണസ് SIB? സ്റ്റേറ്റ് ഇൻസെന്റീവ് ബോണസ് അല്ലെങ്കിൽ പ്രോത്സാഹന ബോണസ് എന്ന് നമുക്ക് പറയാം. സംസ്ഥാന സർക്കാർ ബഡ്ജറ്റ് വിഹിതമായി കർഷകർക്ക് നൽകുന്ന അല്ലെങ്കിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതിനായി നൽകുന്ന വിലയാണ് സ്റ്റേറ്റ് ഇൻസെന്റീവ് ബോണസ്.
പ്രോത്സാഹന ബോണസായി സംസ്ഥാന സർക്കാർ ബഡ്ജറ്റിൽ നീക്കിവെക്കുന്നു? നെല്ല് സംഭരിക്കുമ്പോൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ സംഭരിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ സംഭരണ വിലയോട് ചേർത്ത് നൽകുന്ന തുകയാണ് സ്റ്റേറ്റ് ഇൻസെന്റീവ് ബോണസ് അല്ലെങ്കിൽ പ്രോത്സാഹന ബോണസ്. നെല്ല് സംഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നത് ജില്ലാതല പാടി ഓഫീസറാണ്. ഈ ആശയങ്ങളെല്ലാം വളരെ ലളിതമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്താലോ? ഒന്നാമത്തെ ചോദ്യം ഇതാണ്: സപ്ലൈകോയുടെ പ്രധാന കടമകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ താഴെ കൊടുക്കുന്നു. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെന്ന് കണ്ടെത്തുക. 1. അവശ്യ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുന്നു. 2. നെല്ല് സംഭരണം, സംസ്കരണം, റേഷൻ കടയിലൂടെ വിതരണം. 3. ഉത്സവ ചന്തകളുടെ നടത്തിപ്പ്. 4. മരുന്ന്, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ചില്ലറ വ്യാപാരം. എ 1, 2, 3, 4 ശരിയാണ്. ബി 1, 2, 4 ശരി. സി 1, 2 ശരി. ഡി 1, 3, 4 ശരി. ഉത്തരം ഡി 1, 3, 4 ശരി എന്നാണ്. നമുക്കറിയാം, സപ്ലൈകോയുടെ പ്രധാന കടമകളിൽ ഒന്നാണ് നെല്ല് സംഭരിക്കുക, സംസ്കരിക്കുക എന്നത്. എന്നാൽ റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുന്നത് സപ്ലൈകോ അല്ല, അത് സിവിൽ സപ്ലൈസ് വകുപ്പാണ്. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പാണ് റേഷൻ കടകളിലൂടെ ഭക്ഷ്യധാന്യങ്ങൾ അല്ലെങ്കിൽ അരി വിതരണം ചെയ്യുന്നത്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. കേരളത്തിലെ നെൽകർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് ഏറ്റെടുത്ത് സംസ്കരിച്ച് പൊതുവിതരണം ചെയ്യുന്ന പദ്ധതിയുടെ പേരെന്താണ്? ഒരു സംശയം കൂടാതെ നമുക്ക് പറയാം. എ നെല്ല് സംഭരണ സംസ്കരണ വിപണന പദ്ധതി. സപ്ലൈകോ പാടി എന്നത് സപ്ലൈകോയുടെ വെബ്സൈറ്റ് ആണ്. മാവേലി സ്റ്റോർ എന്നത് സപ്ലൈകോയുടെ ഔട്ട്ലെറ്റ് ആണ്. പൊതുവിതരണ വകുപ്പാണ് റേഷൻ കടകളിലൂടെ ഭക്ഷ്യസാധനങ്ങൾ വിതരണം ചെയ്യുന്നത്. അടുത്ത മൂന്നാമത്തെ ചോദ്യം ഇതാണ്: താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? CACP 1965 നിലവിൽ വന്നു. 2. നെല്ലിന്റെ താങ്ങുവില സംസ്ഥാന സർക്കാർ ബഡ്ജറ്റ് വിഹിതമായി നൽകുന്നു. 3. നെല്ല് സംഭരണത്തിന് നേതൃത്വം നൽകുന്നത് ജില്ലാ പാടി ഓഫീസറാണ്. 4. സപ്ലൈകോയാണ് അരി റേഷൻ കടയിലൂടെ വിതരണം ചെയ്യുന്നത്. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. എ എല്ലാം ശരിയാണ്. ബി 1, 2, 4. സി 3 മാത്രമാണ് ശരി. ഡി 2, 3, 4. ഉത്തരമൊന്ന് നമുക്ക് പരിശോധിക്കാം. 1. CACP 1965 നിലവിൽ വന്നു. CACP എന്നാണ് നിലവിൽ വന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. CACP നിലവിൽ വന്നത് 1985 അതിനു മുമ്പുണ്ടായിരുന്നത് അഗ്രികൾച്ചറൽ പ്രൈസ് കമ്മീഷനാണ്, APC ആണ്. അതാണ് 1965 നിലവിൽ വന്നത്. അതുകൊണ്ട് ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. 2. നെല്ലിന്റെ താങ്ങുവില സംസ്ഥാന സർക്കാർ ബഡ്ജറ്റ് വിഹിതമായി നൽകുന്നു. നെല്ലിന്റെ താങ്ങുവില കേന്ദ്ര സർക്കാരാണ് നൽകുന്നത്. സംസ്ഥാന സർക്കാർ നൽകുന്നത് എന്താണ്? സ്റ്റേറ്റ് ഇൻസെന്റീവ് ബോണസ് ആണ് ബഡ്ജറ്റ് വിഹിതമായി നൽകുന്നത്. മൂന്നാമത്തത്, നെല്ല് സംഭരണത്തിന് നേതൃത്വം നൽകുന്നത് ജില്ലാ പാടി ഓഫീസറാണ്. ശരിയാണ്. കേരളത്തിൽ നെല്ല് സംഭരണത്തിന് നേതൃത്വം നൽകുന്നത് ജില്ലാ പാടി ഓഫീസറാണ്. നാലാമത്തത്, സപ്ലൈകോയാണ് അരി റേഷൻ കടയിലൂടെ വിതരണം ചെയ്യുന്നത്. സപ്ലൈകോയുടെ ജോലി അരി സംഭരിക്കുക, സംസ്കരിക്കുക എന്നതാണ്. റേഷൻ കടയിലൂടെ വിതരണം ചെയ്യുന്നത് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പാണ്. അടുത്ത ചോദ്യം, വികേന്ദ്രീകൃത ധാന്യ സംഭരണ പദ്ധതിയുടെ
കേരളത്തിലെ നിർവഹണ ഏജൻസി ആരാണ്? എ സപ്ലൈകോ, ബി റേഷൻ ഷോപ്പ്, സി FCI, ഡി CACP. നമുക്ക് സംശയം കൂടാതെ പറയാം, വികേന്ദ്രീകൃത ധാന്യ സംഭരണ പദ്ധതിയുടെ കേരളത്തിലെ നിർവഹണ ഏജൻസിയാണ് സപ്ലൈകോ. അടുത്ത ചോദ്യം, നെല്ലിന് അടിസ്ഥാന വില താങ്ങുവില പ്രഖ്യാപിക്കുന്നത് ആരാണ്? എ കേന്ദ്ര സർക്കാർ, ബി സംസ്ഥാന സർക്കാർ, സി FCI, ഡി ഇവയൊന്നുമല്ല. നെല്ലിന് അടിസ്ഥാന താങ്ങുവില പ്രഖ്യാപിക്കുന്നത് എ കേന്ദ്ര സർക്കാരാണ്. നെല്ലിന് അടിസ്ഥാന താങ്ങുവില ആരുടെ ശുപാർശ പ്രകാരമാണ് നിശ്ചയിക്കുന്നത്? എ CACP, ബി കേന്ദ്ര സർക്കാർ, സി സംസ്ഥാന സർക്കാർ, ഡി സപ്ലൈകോ. CACPയുടെ ശുപാർശ പ്രകാരം കേന്ദ്ര സർക്കാരാണ് നെല്ലിൻ്റെ താങ്ങുവില നിശ്ചയിക്കുന്നത്. അടുത്ത ചോദ്യം ശരിയായി ക്രമീകരിച്ചെഴുതുക. സപ്ലൈകോ പാഡിയിൻ, സപ്ലൈകോ വെബ് യൂട്ടിലിറ്റീസ്, സപ്ലൈകോ സബ്സിഡി സെയിൽസ്. സപ്ലൈകോ സബ്സിഡി ഉൽപ്പന്നങ്ങൾ, വെബ് പോർട്ടൽ, വെബ്സൈറ്റ്. നമുക്ക് ശരിയായി ഒന്ന് ക്രമീകരിച്ച് നോക്കാം. സപ്ലൈകോ പാഡിയിൻ എന്നത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? സപ്ലൈകോ പാഡിയിൻ എന്നത് സപ്ലൈകോയുടെ വെബ്സൈറ്റ് ആണ്. സപ്ലൈകോ വെബ് യൂട്ടിലിറ്റീസ് എന്നത് സപ്ലൈകോയുടെ വെബ് പോർട്ടലാണ്. സപ്ലൈകോ സബ്സിഡി സെയിൽസ് എന്നത് സബ്സിഡി ഉൽപ്പന്നങ്ങളാണ്. ആൻസർ 1A 2B 3C, B 1C 2B 3A, C 1A 2A 3C, D 1C 2A 3B. ഉത്തരം ബി 1C 2B 3A. സപ്ലൈകോ പാഡിയിൻ വെബ്സൈറ്റ്, സപ്ലൈകോ വെബ് യൂട്ടിലിറ്റീസ് വെബ് പോർട്ടൽ, സപ്ലൈകോ സബ്സിഡി സെയിൽസ് സബ്സിഡി ഉൽപ്പന്നങ്ങൾ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്ത സ്പെഷ്യൽ ടോപ്പിക് ഇതാണ്. ക്ലാസ് 1, 2, 3 ഇതിൻ്റെ ലിങ്ക് ചുവടെ കൊടുക്കുന്നു. ഈ ക്ലാസ്സുകൾ നിർബന്ധമായും കാണുക. കണ്ടതിന് ശേഷം 4ാമത്തെ ക്ലാസ് കാണുക. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. താങ്ക്